പാലക്കാട് നഗരസഭയുടെ തൊഴിൽ നൈപുണ്യ കേന്ദ്രം, അങ്ങനത്തെ ബഡ്സ് സ്കൂളും കൂടിയാണ്. ബഡ്സ് സ്കൂൾ അപ്പോൾ ഒരു നൈപുണ്യ കേന്ദ്രം ബഡ്സ് സ്കൂള്, അതിൻ്റെ സ്കൂളിന് RSSൻ്റെ സ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗോവാർ അദ്ദേഹത്തിൻ്റെ പേരിടുന്നതുമായി ബന്ധപ്പെട്ട് ശക്തമായ ഒരു പ്രക്ഷോഭമാണ് യൂത്ത് കോൺഗ്രസിന്റെയും DYFIയുടെ നേതൃത്വത്തിലാണ് നടന്നത്. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് പാലക്കാടിന്റെ MLA ആയിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കുട്ടത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് രാഹുൽ മാങ്കുട്ടത്തിൽ നിലനിൽക്കുന്ന ഒരു സമുദായത്തിന്റെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു സംഭവം കൂടിയാണത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹിന്ദു എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കുട്ടത്തിൽ അവിടെ പ്രതികരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും. അത് ആളുകൾക്കിടയിൽ കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് നിന്നുള്ള SFIയുടെ പ്രവർത്തകന്മാരായി കഴിഞ്ഞാലും DYFIയുടെ പ്രവർത്തകന്മാരായി കഴിഞ്ഞാലും അവര് പറയാതെ പറയുന്നുണ്ട് ഈ ഒരു രാഹുൽ മാങ്കുട്ടത്തിന്റെ ഈ ഒരു ചങ്കൂറ്റത്തെ കുറിച്ച്. വ്യാജൻ എന്ന് വിളിച്ചിരുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും മാറി വരുന്നു. വ്യാജൻ രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന് വിളിച്ചിരുന്ന CPMകാരടക്കം ഇന്നലെ വലിയ രീതിയിലുള്ള പിന്തുണയാണ് ശ്രീ രാഹുൽ മാങ്കുട്ടത്തിൽ കൊടുക്കുന്നത്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് RSSകാരനെതിരെ പറയുന്നത് ഒരു ഹിന്ദു ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഹിന്ദു ആയി പറയുമ്പോൾ അത് പ്രത്യേകം ജനങ്ങൾക്കിടയിൽ അത് നോട്ടിഫൈ ചെയ്യുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മുസ്ലിം തീവ്രവാദം പറയേണ്ടത് ഒരു ഹിന്ദു അല്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അവിടെയാണ് പ്രശ്നം. ഇവിടെ മുസ്ലിമിന് പറയാൻ പാടില്ല, അപ്പുറത്തുള്ള അത് ഒരു ഹിന്ദു പറയണമെന്നൊക്കെ പറയണതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് നസീഫ പക്ഷം എന്നാ പറഞ്ഞത്, അങ്ങനെ പറയണം. അങ്ങനല്ല, ഒരു മുസ്ലിം തീവ്രവാദി എന്നുള്ളത് മുസ്ലിം എന്ന് പറയാം. ഇപ്പോൾ ഞാൻ പറയട്ടെ, KM ഷാജി SDPIക്കെതിരെ പ്രതികരിച്ചു. അപ്പോൾ SDPIക്കെതിരെ പ്രതികരിച്ചപ്പോ KM ഷാജിനെ കുമ്മനം ഷാജിയാക്കി. SDP അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്കുള്ളിലെ വർഗീയതയെ തുടച്ചു നിൽക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാകാം KM ഷാജി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ ഇതേ സംഭവം തന്നെയാണ് ശ്രീ രാഹുൽ മാങ്കുട്ടത്തിലും പറയുന്നത്. രാഹുൽ മാങ്കുട്ടത്തിന് ഇന്നലെ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP നടത്തിയ ഒരു പ്രകടനം ഉണ്ടായിരുന്നു, ശക്തി പ്രകടനം. ആ ശക്തി പ്രകടനത്തില് BJPയുടെ നേതാവ് പറഞ്ഞത് രാഹുൽ മാങ്കുട്ടത്തിലിനെ പാലക്കാട് സ്വസ്ഥമായിട്ട് വിഹരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത്. രാഹുൽ മാങ്കുട്ടത്തിന്റെ കാല് തല്ലി ഒടിക്കും, കാല് വെട്ടുമെന്ന് പറയുന്നത്. അപ്പൊ രാഹുൽ മാങ്കുട്ടത്തിൽ പറഞ്ഞു, ഞാനിപ്പോ നിൽക്കുന്നത് പാലക്കാട് നഗരസഭയിലാണ്. ഈ പാലക്കാട് നഗരസഭയിൽ ഞാൻ കാല് കുത്തിയോടത്തോളം കാലം ഇങ്ങനെ കാല് കുത്തി തന്നെ പ്രവർത്തിക്കും. ഇനി എനിക്ക് എന്റെ കാല് നിങ്ങൾ വെട്ടിയെടുക്കുകയാണെങ്കിൽ ഇതാണ് കാലിന്റെ മുട്ടു കുന്നിക്കൊണ്ട് ഞാൻ പ്രവർത്തിക്കും. ഇനി അതും നിങ്ങൾ വെട്ടിയെടുക്കുകയാണെങ്കിൽ എന്റെ നാവ് നിങ്ങൾ വെട്ടിയെടുക്കണം. നാവ് നിങ്ങൾ വെട്ടിയെടുക്കണമെങ്കിൽ എന്റെ പറച്ചിൽ നിൽക്കുമായിരിക്കും, എന്റെ പ്രവർത്തനം നിൽക്കില്ല എന്നുള്ളതാ പറഞ്ഞത്. അതൊരു ചങ്കൂറ്റമാണ്, ഒരു ആൺകുട്ടിയുടെ ചങ്കൂറ്റമാണ്. അതുകൊണ്ട് ഈ ഹെഡ്ഗോവർ എന്ന് പറയുന്ന ആളെ ഞാൻ പറയട്ടെ, ഹെഡ്ഗോവർ സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നു. ഏത് കാലത്താണ് സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ജയിലിൽ കിടന്നത് 23-ന് മുമ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു RSS പ്രസ്ഥാനം ഉണ്ടാകുന്ന കാലം മുമ്പ് അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. ആ കോൺഗ്രസ്സുകാരനാകുന്ന കാര്യം മുമ്പാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ജയിലിൽ കിടന്നത്. അതിനുശേഷം അദ്ദേഹം ജയിലിൽ കിടന്നിട്ട് പോലും പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ആഭ്യന്തര ശക്തികൾക്കെതിരെയാണെന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് അയാൾ പറയുന്നുണ്ടല്ലോ, അയാളെ വർഗീയത തുപ്പുന്നുണ്ടല്ലോ. നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ആരെയാണ്? ആഭ്യന്തര ശക്തികൾക്കെതിരെയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഇതൊരു RSSന്റെ അജണ്ടയാണ്, CPMന്റെ അജണ്ടയാണ്. RSS 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സമയത്ത് RSSന്റെയും BJPയുടെയും അധ്യക്ഷയായിട്ടുള്ള മേയറിന് ഒരു ആഗ്രഹം, പാലക്കാട് നഗരസഭാ ചെയർമാൻ ഒരു ആഗ്രഹം തോന്നുകയാണ്. ഇപ്രാവശ്യം എന്റെ ഹെഡ്ഗോവറിന്റെ പേരിട്ടോട്ടെ എന്നുള്ള രീതിയിൽ ഒരു തോന്നുകയാണ്. ഇതേപോലെ തന്നെ പലതും ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി തന്നെയുണ്ടല്ലോ, ദീൻ ദയാൽ എന്ന് പറയുന്നത്. ഈ ദീൻ ദയാൽ എന്താ സംഭവം? അതേപോലെ ഒരു ജനപക്ഷ നേതാവാണ് എന്നതിനേക്കാളും ഉപരി ബാക്കി എന്താണ്, സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്തു എന്ന് പോലും പറയാൻ പറ്റാത്തൊരിതാണ്. പക്ഷെ ദീൻ ദയാലിന്റെ എത്ര ഓരോ സർക്കാരുകളും അവരവരുടെ കാഴ്ചപ്പാടിനുള്ള ആളുകളുടെ പേരുകൾ ഇടാറുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റിയില് ദീൻ ദയാലിന്റെ കേസ് കൂടി ഞാൻ പറഞ്ഞിട്ട് പറയാം. ദീൻ ദയാലിന്റെ ഒരു പുസ്തകം തന്നെയുണ്ട്, RSSകാരനായിട്ടുള്ള ഒരാളെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം തന്നെ. ദീൻ ദയാലിനെ കൊല്ലിപ്പിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതിനെ കൊല്ലിപ്പിച്ചത് വാജ്പേയി ആണ് എന്ന് പറയുന്ന ഒരു പുസ്തകം RSSകാരൻ എഴുതിയിട്ടുള്ള
എന്നുള്ളതാണ്. ആരോപണം എന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അതിലുണ്ട്. എന്നിട്ട് പോലും ഇതൊരു അജണ്ടയാണ്. കേരളത്തിലും ആ അജണ്ട നടപ്പാക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ അതിനെ നഖാക്ഷിതം എന്താ പറയാ എതിർക്കുകയാണ്, നഖശാന്തം എതിർക്കുകയാണ്. അത് എതിർക്കുന്നത് എല്ലാവരും കൂടി ഒന്നിച്ചാണ് എന്നുള്ള ഒരു വലിയ സന്തോഷമുണ്ട് ഇതിൽ. കാരണം എന്ന് വെച്ചാൽ ഡിവൈഎഫ്ഐ ആയിക്കഴിഞ്ഞാലും UDF ആയിക്കഴിഞ്ഞാലും യൂത്ത് കോൺഗ്രസ് ആയിക്കഴിഞ്ഞാലും എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ചുകൊണ്ടാണ് ഇതിനെതിരെ എതിർക്കുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെ ഒന്നും ചെയ്യാൻ കേരളത്തിലെ ജനത സമ്മതിക്കില്ല. അതുകൊണ്ട് അത് വിട്ടുപിടി മക്കളെ. ഓക്കെ.